ഹലോ. അതെ, നമ്മുടെ രാജ്യത്തിപ്പം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത് എല്ലാവരും അറിയണ്ടല്ലോ. നമ്മൾ അറിയേണ്ടതാണ്, എല്ലാം അറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വാർ അനിവാര്യമാണോ, അല്ലെങ്കിൽ ഈ തിരിച്ചടിയുടെ ആവശ്യമുണ്ടോ, ഇതിനെ പറ്റിയൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്നറിയോ, ചിലപ്പോൾ അത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, വാക്കുകൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹമാണെന്ന് കരുതും. അതുകൊണ്ട് ഡോണ്ട് ഡു ദാറ്റ്. നമുക്ക് നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള അവലോകനങ്ങൾ മതി. നമ്മൾ വിചാരിക്കുന്നു, അതെ, ചിലർ പറയുന്നു തിരിച്ചടി അനിവാര്യമാണ്, ചിലർ പറയുന്നു സാമ്പത്തികത്തിനെ അത് ബാധിക്കും. ഇതൊന്നും ഒരു കോമൺ മാൻ അല്ലെങ്കിൽ കോമൺ എന്താ പറയുക, ഒരു കോമൺ പേഴ്സൺ എന്നുള്ള നിലയിൽ നമുക്ക് അതിൻ്റെ വരും വരായികകളെ കുറിച്ച് അത്ര അവഗാഹം ഉണ്ടാവില്ല അല്ലേ. ഒരു ജസ്റ്റ് ഒരു നേരേവോ കാഴ്ചപ്പാട് മാത്രമേ നമ്മൾ സാധാരണ സിറ്റിസൺസിന് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയാണ്, എന്നാലും പീസ് മാർഗത്തിലാണ് നമ്മൾ പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെടുമോ? അവർക്ക് അവരുടേതായ നയതന്ത്രജ്ഞതയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ അവർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഭരണാധികാരികൾ എടുക്കുന്ന ഡിസിഷൻസ് നല്ലതായിരിക്കട്ടെ എന്നാണ് നമ്മൾ കരുതേണ്ടത്. പിന്നെ ഈ സിന്ദൂർ എന്ന് പറയുന്ന ആ പേര് എടുത്തത് നരേന്ദ്രമോദിയാണെന്ന് എല്ലാവരും പറഞ്ഞല്ലോ. ആ സിന്ദൂരത്തിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ വെർമിലിയൻ സിന്ദൂർ, അതിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ആ സിന്ദൂരം മാഞ്ഞു പോയവരുടെ സങ്കടം അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് പറയുകയാണ്, അയ്യോ അത് വാർ വേണ്ട, അങ്ങനെ വേണ്ട. അവർക്ക് എന്ത് തോന്നും? അവരുടെ വിഷമം എന്തായിരിക്കും? വാറിനെ പറ്റിയിട്ട് നമുക്ക് എന്തറിയാം അല്ലേ. ഒരു വാർ കണ്ടതാണ് ഇന്ത്യ. ഇതിൻ്റെ ശൈശവാവസ്ഥയിൽ തന്നെ വാർ കണ്ടതാണ് 1971 അല്ലേ. ബാംഗ്ലാദേശിനെ ആ സമയത്ത് ഇൻഡോ പാക് വാർ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഒരുപാട് കഷ്ടങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്തതല്ലേ. നമ്മളുടെ അച്ഛനമ്മമാർക്കെങ്കിലും അതിനെപ്പറ്റി അറിയായിരിക്കും. ആ സമയത്ത് ഗോതമ്പ് കിട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ, അരി ലഭ്യത കുറവാണ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വൈറലായിട്ട് നമ്മളിലേക്ക് അത് ഇറങ്ങി വരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മിഡിൽ പാത്ത് കാണുക, ഒബ്സർവ് ചെയ്യുക, മൗനമായിട്ട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള നമ്മുടെ ഈ ചിലപ്പോൾ ഒട്ട വീക്ഷണങ്ങളായിരിക്കുമേ, ആ വീക്ഷണങ്ങളൊന്നും ഇവിടെ വിലപ്പോവില്ല. എന്തിനാണ് വെറുതെ സോഷ്യൽ മീഡിയയിലെ ഒരു സ്പേസ് കളയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലേ. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദി കറക്റ്റ് ഡിസിഷൻ ബൈ ദ ഗവൺമെൻറ്. പിന്നെ തലപ്പത്തിരിക്കുന്നവരെല്ലാം നല്ല മിടുക്കരാണ്, അവർ തീരുമാനിക്കും. എന്ത് പറയുന്നു, നമ്മൾ അനുസരിക്കും. അതാണ് ഒരു യൂണിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭരണാധികാരികൾക്ക് അറിയാം. ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വൈക്കോൽ കൂനയുടെ സൈഡിൽ ഒരു തിരികൊളുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അത് പുകഞ്ഞു അത് താഴെ വീഴുന്നത് വരെ അത് പുകഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അറിയുന്ന ആരോ തിരികൊളുത്തിയിട്ട് പോയതല്ലേ ഇത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉള്ളവരെന്ത് ചെയ്യണം? ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടൊന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചാൽ കാര്യമില്ല, വലിയ ഓസ് തന്നെ വേണം അല്ലേ. അത് അവർ ശ്രമിച്ചോളൂ. അതാരാണ് അതിന് ആ ഭരണപാഠവും ആരുടെ കയ്യിലാണോ ഉള്ളത് അവരത് ചെയ്യും. ശരിയല്ലേ? അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, മോറൽ സപ്പോർട്ടാണ് നമ്മൾ സാധാരണ ജനങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ ഇനിയൊരു കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കാലങ്ങളായിട്ട്, എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ജോലിക്കാരുണ്ടാവും. അത് കുറച്ച് വലിയ സെറ്റപ്പ് ആയതുകൊണ്ട് ഒരാൾക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും പല ആളുകൾ, അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. ഒരാളല്ലെങ്കിൽ ഓമൻ ചേച്ചി വന്നില്ല, എന്നാൽ ശരി അവരെ വിളിക്കുക, തങ്കമ്മ ചേച്ചീനെ വിളിക്കുക, അല്ലെങ്കിൽ ഇവരെ വിളിക്കുക, അങ്ങനെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ 6 7 8 പേരുടെ ഇങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കും, ഒരു സൈക്കിള് പോലെ വരും കേട്ടോ. ആരെയും നമ്മൾ പിണക്കില്ല. കാരണം എന്താണെന്നറിയോ,
ഇന്ന് ഇപ്പം ഇവർക്ക് വയ്യാണ്ട്, മനുഷ്യരല്ലേ, വയ്യാണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ അവരുടെ വീടുകളിലെ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അവർക്ക് ലീവ് എടുക്കേണ്ട കാര്യങ്ങൾ വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾക്കൊന്നും മാറി നിൽക്കണമെങ്കിൽ വേറെ ആളുണ്ടാവും. അപ്പം അല്ലെങ്കിൽ വീട്ടമ്മയാണ് കിടന്ന്, അല്ലെങ്കിൽ എൻ്റെ അമ്മയോ അച്ഛമ്മയൊക്കെയാണ് കിടന്ന് പണിയെടുക്കണം. അവർക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് പറ്റില്ലല്ലോ, എൻ്റെ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ആള് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയാണെന്ന് അറിയാവോ, ഒരാള് വന്ന് പണി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരാൾ വരുമ്പോഴേക്കും ആ ചേച്ചി വന്ന് ചെയ്തപ്പോഴും ശരിയായില്ല, അങ്ങനെ പറയേയില്ല. ഒരു വലിയൊരു വിസ്ഡം അവിടെ ഉണ്ട്. എന്താണെന്നറിയോ, അതിനൊരു സേയിങ് ഉണ്ട്, ദ ന്യൂ ബ്രൂം വിൽ സ്വീപ്പ് നൈസ്ലി, കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പുതിയ ബ്രൂം, പുതിയ ചൂല് നന്നായിട്ട് അടിക്കാൻ പറ്റും, ചൂല് വെച്ചിട്ട്. അല്ലെങ്കിൽ അതിനെ നന്നായി അത് അടിക്കാൻ നല്ലത് പുതിയ ചൂലാണ്. പഴയ ബ്രൂം വിൽ നോ ദ കോർണേഴ്സ് വെൽ എന്ന്. കാരണം അത് ആ കോർണറിൽ പോയി ഇങ്ങനെ ചെയ്തിട്ടാണ് അതിൻ്റെ തുമ്പൊക്കെ പോയിട്ടുണ്ടാവുക. പക്ഷെ അത് അവിടെ പോയി കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ആ കോർണേഴ്സിൻ്റെ അവിടെ നിന്ന് മുഴുവനും പൊടി പോയിരുന്നത് പഴയ ബ്രൂം വെച്ചാണ്. എന്തൊരു വലിയ വിസ്ഡമാണെന്ന് നോക്കൂ. അതായത് ഒരു ദിവസം പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ എടുത്ത് തലയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന ചിലരുണ്ട്. ജോലിക്കാരുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഡോണ്ട് ഡു ദാറ്റ്. നമുക്ക് ആരെ എപ്പോൾ ആവശ്യം വരും എന്നറിയില്ല. ഇടയ്ക്ക് അങ്ങനെ ഒരു വീട്ടിൽ ഒരു ജോലിക്കാരിനെ മാറ്റി കഴിഞ്ഞിട്ട് പുതിയത് വന്ന ആ പഴയ കുട്ടീനെ വന്നപ്പോൾ ഭയങ്കര പൊക്കലായിരുന്നു. അയ്യോ, ഇവരുണ്ടാക്കുന്ന സാധനം ഭയങ്കര നല്ലത്, നല്ല വൃത്തിയാണ്, അതാണ്, നല്ല ബുദ്ധിയുള്ളതാണെന്നൊക്കെ പറഞ്ഞു. ആ വീട്ടിലെ അമ്മയ്ക്ക് എന്തോ ഒരു ചെറിയ ദേഷ്യം വന്നപ്പോൾ പെട്ടെന്ന് നിപ്പിന് പറഞ്ഞു വിടുക. അത് കഴിഞ്ഞിട്ട് പുതിയ ആളെ വെച്ച് കഴിഞ്ഞിട്ട് ആ പുതിയ ആളെ അങ്ങ് പുകഴ്ത്തുക. ഇത് ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ ആരും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നിങ്ങളൊന്നും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഇനിയൊരു കാലത്ത് മറ്റേ പഴയ ആളെ ഒന്ന് വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ വരുമോ, അയ്യോ ഞങ്ങളില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ എല്ലാവരും നമുക്ക് ആവശ്യമാണ്. ആരെയും പോയിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കരുത്. ഈ അധിക്ഷേപമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആൾക്കാർ അയ്യോ ആ സ്ത്രീയോ അവരുടെ അടുത്തേക്ക് പോകാണ്ട ഇരിക്കുക നല്ലത്, നെഗറ്റിവിറ്റിയുടെ കൂടാണ് ഇങ്ങനെ പറയില്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു വിസ്ഡം വരണമെങ്കിൽ ആദ്യമേ മുതൽ ജോലിക്കാരെയൊക്കെ വെച്ച് പഴകിയിട്ടുണ്ടാകണം, അല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛമ്മ ആ ജോലിക്കാരൊന്നുമില്ല, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ്, മനസ്സിലായില്ലേ? അവരുടെ കൂടെ നിന്നിട്ടാണ് ചെയ്യുക. അവരിപ്പോൾ ഒരു ഉള്ളി പൊളിക്കുകയാണെങ്കിൽ അച്ഛമ്മ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ചേരണ്ടുണ്ടാവും, ലൈക്ക് ഇഞ്ചിയോ വല്ലതും. അതേപോലെ തന്നെ കേട്ടോ എൻ്റെ അമ്മയും. ഇപ്പം എന്തെങ്കിലും അരിയണമെങ്കിൽ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കണ്ടാവും, അവരവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെയല്ലേ ഒരു ജീവിതവും ഒരു വീടും അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും. നിങ്ങളങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഞാൻ അങ്ങനെ അല്ലാത്തവരെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് അവരെ കാണുമ്പോൾ നമുക്ക് അവരോട് പുച്ഛമാണ് തോന്നുന്നത്. ഇവരെന്താണ് ഇങ്ങനെ മീനായിട്ട് പെരുമാറുന്നത്? മനുഷ്യരല്ലേ, മനുഷ്യരോട് നന്നായിട്ടല്ലേ പെരുമാറേണ്ടത്? നമുക്ക് എന്നും ആവശ്യം വരില്ലേ ഇവരെയൊക്കെ? ഓരോരോ രൂപത്തിൽ നമുക്ക് ഈ കർമ്മയായിട്ട് തിരിച്ചു വരില്ലേ, അല്ലേ? അതുകൊണ്ട് പഴയ ബ്രൂമിനെ മൊത്തം എടുത്തങ്ങ് കളയണ്ട, മൂലകൾ അടിക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവിടെ ഇരിക്കട്ടെ, നമ്മുടെ വീട്ടിലെ ഒരു സ്പേസിൽ കുറച്ച് നാൾ അത് ഇരുന്നു വെച്ച് കുഴപ്പമില്ല. കാരണം ഈ മൂലകളിലുള്ള പൊടികളെല്ലാം നന്നായി തൂത്തെടുക്കാനായിട്ട് പഴയ ബ്രൂമിനെ പറ്റും, അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വെന്യൂവിലാണ്. വെറുതെ ഇങ്ങനെ വെന്യൂവൊക്കെ ഒന്ന് മാറണമല്ലോ, നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്തിരുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇവിടെ വന്നെന്ന് മാത്രം. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. ഏതാണ് നല്ലത്? എല്ലാം നന്മയ്ക്ക്, അല്ലേ? പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ചില കാര്യങ്ങൾക്ക് റിറ്റാലിയേറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു കയറുകയാണെന്ന് വിചാരിക്കട്ടെ, വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കസേരയിട്ട് ഇരുത്തുവോ? അടിച്ചു കൊടുക്കില്ലേ കടന്നുകയറ്റക്കാരെ എന്ന് പറഞ്ഞാൽ? വല്ല തീഫോ റോബറിയോ ഒക്കെ ചെയ്യാൻ വന്നവരെ നമ്മൾ അവരെ സ്വീകരിച്ചിരുത്തി നാരങ്ങ വെള്ളം കൊടുക്കുവോ? ഇല്ലല്ലോ. സെയിം തിങ് അല്ലേ ഇന്ത്യയുടെ കാര്യം? അത് തന്നെയാണ്. അതായത് ഒരു നിക്ഷിപ്തമായിട്ടുള്ള ജോഗ്രഫിക്കൽ ലൈൻസ് ഒക്കെ തീർത്ത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ആ LOC കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അതിനുള്ള കോപ്പ് കൂട്ടലൊക്കെ ഗവൺമെൻറ് നടത്തുകയാണെങ്കിൽ നമ്മളത് നിശബ്ദമായി അംഗീകരിക്കുക. അതായിരിക്കും അതിൻ്റെ ഒരു ശരി. ആ ശരികളിലൂടെ ആയിരിക്കണം നമ്മളും നടന്ന് കയറേണ്ടത്, അല്ലേ? കാരണം ഇതിനൊരു എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ? അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ വൈക്കോൽ കൂന പോലെ അത് പുകഞ്ഞ് താഴെ നിലം പൊത്തുന്നത് വരെ കാത്തിരിക്കണം. ഇന്ത്യയുടെ
ഇന്ത്യയുടെ ഇത് മാപ്പ് വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരൂലേ, എൻ്റെ ദൈവമേ, ഞാൻ അന്നേരം വിചാരിക്കാറുണ്ട്, ഈശ്വര ഇത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് അവിടെ വന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ഒരു ഭംഗിയില്ലേ, ഒരു കിരീടം വെച്ചിട്ട് നിൽക്കുന്ന പോലെ അല്ലേ, ആ ഒരു ഭംഗി ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ ഭൂപടങ്ങൾ കാണുമ്പോൾ. ഇന്ത്യയുടേതായ ഒരു 2 കൈ ഇങ്ങനെ ഇട്ടിട്ട് അല്ലേ. അപ്പം ഞങ്ങളുടെ സ്കൂളിലെ അനിതയിൽ നല്ല ഹൈറ്റുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, ബേബി പി ഗ്രെയിൻസ്. പുള്ളിക്കാരത്തി ടീച്ചറാണ്, എപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഹൈറ്റുള്ള കുട്ടീനെയാണ് ഓഗസ്റ്റ് 15-ന് ഭാരത് മാതാവായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തൊരു സങ്കടമായിരുന്നു, പക്ഷേ പൊക്കമുണ്ടായിരുന്നെങ്കിൽ, നല്ല പൊക്കമാണ്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് നടുക്ക് നിർത്തിയിട്ട് നമ്മൾ എല്ലാ സ്റ്റേറ്റ്സിലെയും ഡാൻസ് കളിച്ചത് ഓർമ്മയുണ്ട്. എനിക്ക് എന്തായിരുന്നു കിട്ടിയത്, ഗുജറാത്തി ഡാൻസ് ആയിരുന്നു കിട്ടിയത്. ഞാൻ എന്തോ കാണിച്ചു കൂട്ടി ആ സമയത്ത്. അപ്പോൾ ആ ഗുജറാത്തി ഇങ്ങനെ ഒരു ദുപ്പട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ കമ്മലൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസ്, അത് പലരും പല ഇതൊക്കെ തമിഴ്നാട് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ കുറേ, എനിക്ക് ഭാരത് മാതയാവാനായിട്ട് എന്തൊരു ഇഷ്ടമായിരുന്നു എന്നറിയാം. അതാണ് അത്രയും സ്നേഹമാണ് നമുക്ക് ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിക്കാനായിട്ടൊരു ഭയങ്കര ആവേശമാണ് ആ കുട്ടിക്കാലത്ത് തന്നെ അല്ലേ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതേപോലെ ആ വന്ദേ മാതരം ആ പാട്ട് പാടുമ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന അതൊരു ഇങ്ങനെ നമുക്ക് രോമം എണ്ണിച്ച് വരില്ലേ. ദാറ്റ്സ് പാട്രിയോട്ടിസം. നമ്മൾ ജനിച്ച ആ നാടിനോടുള്ള സ്നേഹം അല്ലേ, അതെന്നും എല്ലാവർക്കും ഉണ്ടാവില്ലേ. അതിന് ഇപ്പോൾ ക്രിസ്ത്യൻ എന്നുണ്ടോ, മുസ്ലിം എന്നുണ്ടോ, ഹിന്ദു എന്നുണ്ടോ, ഇന്ത്യയിൽ ഭാരത മണ്ണിൽ ജനിച്ച എല്ലാവർക്കും ഒരേ വികാരമായിരിക്കില്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റി ഉണ്ടാകണം. യൂണിറ്റി ഇല്ലാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അല്ലേ. എല്ലാവരും പറയുമല്ലോ, ഒരു ഈർക്കിലിയായിട്ട് ഒരു കോലായിട്ട് ഒടിക്കാൻ, ഒരു ചുള്ളിക്കമ്പായിട്ട് ഒടിക്കാൻ നല്ല എളുപ്പമാണ്, ഒന്നിച്ച് കെട്ടി വെച്ചേക്കുന്നത് ഇങ്ങനെ ഒടിക്കാൻ നോക്കിയാൽ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ലൈഫിലേക്ക് ആപ്ലിക്കബിൾ ആക്കിയിട്ട് നോക്കുമ്പോൾ ഡോണ്ട് യു തിങ്ക് ഇതിനൊക്കെ വലിയ 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 അർത്ഥങ്ങളുണ്ടെന്ന് അല്ലേ. അപ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോക്ക് ലെറ്റ് മീ ജസ്റ്റ് വൈൻഡ് അപ്പ്. ചെറിയ ടോക്കാണ്, അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞ പോലെ 21 മിനിറ്റ് കൂടുതൽ ഒട്ടും ശ്രദ്ധിക്കില്ല. അപ്പോൾ 12-13 മിനിറ്റിനകം തന്നെ നിർത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേ, യൂണിറ്റി വേണം. വീടുകളിലാണെങ്കിലും സിബ്ലിങ്സ് തമ്മിലും റൈവൽറി ഉണ്ടാക്കിയിട്ട് കുറേ നാൾ റൂൾ ചെയ്യാമെന്ന് ഒരു അമ്മയും അച്ഛനും ഒന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിപ്പിച്ചിട്ട് അത് അവർക്ക് തന്നെ വിനയായിട്ട് വരും. അവർ തന്നെ അത് വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അവർക്കായിരിക്കും താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയുന്ന കുറേ പഴഞ്ചൊല്ലുകളിൽ ഞാൻ പറഞ്ഞു അല്ലേ. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ചിലതെല്ലാം ഞാനിങ്ങനെ പിടിച്ചു വെച്ചിട്ട് പറയുന്നു. ബട്ട് സ്റ്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ആ സമയത്ത് അത് ആ ഒരു പ്രകമ്പനം ഉണ്ടല്ലോ, അത് കുറച്ച് നാളുണ്ടാകും എല്ലാവരുടെയും മനസ്സുകളിലും. കാരണം വെറുതെ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന ആളുകളെയാണ് വെടിവെച്ചിട്ടതേ. മതത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അതുള്ളതാണോ, അതും ഒരു ടാക്ടിക്സ് ആയിരുന്നോ, അതും ഇളക്കി വിടാനുള്ള സൂത്രമാണോ? ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്ലെയർ വൈൻസ് വെച്ച് ചിന്തിക്കണം അല്ലേ. മതം മനുഷ്യരുണ്ടാക്കിയതല്ലേ, ശരിയല്ലേ പറയുന്നത്? ആ പാട്ട് ആലോചിച്ച് നോക്കിയേ, മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു എന്നോ അങ്ങനെ ഒരു പാട്ടിട്ടില്ല, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു അല്ലേ. അത് ശരിയാണ്, ആ പാട്ട്. മനുഷ്യൻ തന്നെയാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി എന്താണ് ചെയ്തത്, എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലേ. നമ്മൾ പാട്ട് കേട്ടങ്ങ് പോകാതെ അതിരുന്ന് ആ വരികളൊന്ന് വായിച്ചു നോക്കിക്കേ, വളരെ അർത്ഥവത്താണ്. യേശുദാസിൻ്റെ ആദ്യത്തെ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, ഗുരുദേവൻ്റെ സിനിമയിൽ, ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞ സിനിമയിലും കണ്ടായിരുന്നു. എനിവേ, ഞാൻ വല്ലാണ്ട് എന്തൊക്കെയോ ഒരു വിക്ഷോഭത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. പക്ഷേ ഐ വോണ്ടഡ് ടു പോസ്റ്റ് ദിസ്. നല്ല ചൂടുണ്ട് പുറത്ത്, ചൂട് വേണമെന്നും പറഞ്ഞ് പുറത്തിറങ്ങിയിരുന്നപ്പോൾ നല്ലപോലെ വേർക്കുക. എന്തായാലും നിർത്തട്ടെ, പിന്നീട് കാണാം കേട്ടോ.